ഈ ഏറ്റവും ഭ്രാന്തനായിട്ടുള്ള ഒരു അർജന്റീൻ ഫാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ബ്രസീൽ ലോകകപ്പ് കളിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ബ്രസീൽ ഇല്ലെങ്കിൽ ആ ഒരു ലോകകപ്പിൽ ഒരു വാശിക്കും അങ്ങനെ ആവേശത്തിനൊന്നും ഒരു അർത്ഥവുമില്ല. എന്തായിരിക്കും ബ്രസീലിന്റെയും അർജന്റീനയുടെയും സാധ്യതകൾ അടുത്ത വേൾഡ് കപ്പിലേക്ക്? രണ്ട് മിഡ്ഫീൽഡേഴ്സ് വെച്ചിട്ടാണ് അർജന്റീനക്കെതിരെ കളിക്കാൻ പോയിട്ടുള്ളത്. ആദ്യത്തെ 2 മിനിറ്റിൽ ബ്രസീൽ ബോൾ തൊട്ടിട്ടില്ല. 42 തവണ അർജന്റീന ബോൾ തൊട്ടതിന് ശേഷമാണ് ഒരു ബ്രസീലിയൻ ബോൾ തൊട്ടത്. അതിലും വലിയൊരു നാണക്കേട് ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. ഈ ഒരൊറ്റ ക്വാളിഫയിങ് ക്യാമ്പയിനിൽ 14 കളിയിൽ 5 തവണയാണ് തോറ്റിട്ടുള്ളത്. കഴിഞ്ഞ 4 ക്വാളിഫയിങ് ക്യാമ്പയിൻ 2006, 10, 14 അവരായിരുന്നു ഹോസ്റ്റ്, 18, 22 4 ക്യാമ്പയിൻ 71 കളി. അതില് ആകെപ്പാടെ 5 കളിയാ തോറ്റിട്ടില്ല. 71 കളിയിൽ ഇപ്പൊ 14 5 തോറ്റു. പക്ഷെ അധികം നിരാശപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒരൊറ്റ കാര്യം പറയും. 2002 ഇതേപോലെ ക്വാളിഫയിങ്ങിൽ ബ്രസീൽ 6 തവണ തോറ്റു. എന്നിട്ട് അവര് പോയി ജയിച്ചു. എന്നാ കാരണം റൊണാൾഡോ R9 തിരിച്ചു വന്നു. പിന്നെ റിവാൽഡോം മറ്റേ റൊണാൾഡീനിയോ ഒക്കെ വളരെ നന്നായി കളിച്ചു. വളരെ സോളിഡ് ആയിട്ട് ഒരു ബാക്ക് ലൈൻ, ലൂസിയോ ക്വാൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എപ്പോഴും കളിക്കാരുണ്ടാവും ബ്രസീൽ. അതിന് പറ്റിയൊരു കോച്ചിനെ കിട്ടിയാൽ പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാന്ന്. ഇപ്പൊ അവർക്കിപ്പോ കാർലോ ആൻസലോട്ടിയെ വേണം, അല്ലെങ്കിൽ മുമ്പ് ഫ്ലെമിംഗോ കോച്ചായിരുന്നു ഹോർഹെ ജീസസിനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോച്ചിനെ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വരും.